തിരികെ വാർത്തയിലേക്ക്. അല്പസമയം മുമ്പാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടത്. NSSന്റെയും SNDPയുടെയും ഐക്യം അത് തന്നെയാണ് അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കിയത്. ഈ ഒരു ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, കാലഘട്ടത്തിൽ അനിവാര്യമാണ് എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത്. ഹിന്ദു വിഭാഗങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നത് കാലഘട്ടത്തിന് ഭൂഷണമല്ല, ഐക്യമാണ് വേണ്ടത്. ഈ ഐക്യത്തിന് എന്തുകൊണ്ട് മറ്റ് ചില കോണുകൾ ഭയക്കുന്നു, ആശങ്കയോടെ കാണുന്നു? അതിൻ്റെ ആവശ്യമില്ല. ഒരു സമുദായത്തിൻ്റെയും അവകാശം പിടിച്ചു വാങ്ങാനല്ല ഈ പ്രബല സമുദായങ്ങൾ, അതായത് SNDPയുടെയും NSSന്റെയും ഐക്യമെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയുണ്ടായി. സവർണകാര്യത്തിൽ UDFന് ഒരു ചുക്കും ചെയ്യാനായില്ല എന്ന് വിശദീകരിച്ച വെള്ളാപ്പള്ളി അതിരൂക്ഷമായ വിമർശനമാണ് സതീശനെതിരെ ഉന്നയിച്ചത്. സതീശനെതിരെ വലിയ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിമർശന ശരങ്ങൾ ഉണ്ടായതും എന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കിയൊരു കാര്യം, ലീഗ് നേതൃത്വമാണ് SNDPയും NSSനെയും തമ്മിൽ തെറ്റിച്ചത് എന്നാണ്. നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ യോജിപ്പുണ്ടാകണം, അത് SNDP തുടക്കകാലം മുതൽ തന്നെ പറയുന്ന കാര്യമാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. താനൊരു മുസ്ലിം വിരോധിയല്ല, അങ്ങനെ വരുത്തി തീർക്കാനുള്ള ഒരു നീക്കമാണ് ചില കോണുകൾ ഇതിനുമുണ്ടാകുന്നത്. VD സതീശനടക്കം അതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിമർശനവും അദ്ദേഹത്തിന്റെ ഭാഗത്തിനുമുണ്ടായി. ഇപ്പോൾ രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കൃത്യമായ രീതിയിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. എന്തുകൊണ്ട് SNDPയുടെയും NSSന്റെയും ഐക്യം അത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഒപ്പം കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ലീഗിന്റെ ചില ഇടപെടലുകളെയും അദ്ദേഹം നിശിതമായ ഭാഷയിൽ തന്നെ വിമർശിച്ചു, അല്ലേ? പ്രധാനമായും വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയത്? അതായത് സുരേഷ്, കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ടും ശക്തമായിട്ടും തന്നെ ഊട്ടിയുറപ്പിച്ച് പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിട്ടുള്ളത്. ഹിന്ദു വിഭാഗങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നത് കാലഘട്ടത്തിന് അനിവാര്യമല്ല, അതുകൊണ്ട് തന്നെയാണ് SNDPയും അതോടൊപ്പം തന്നെ NSSും ഉൾപ്പെടെയുള്ള സമുദായങ്ങൾ സംഘടിക്കണമെന്നുള്ള അല്ലെങ്കിൽ ഐക്യത്തിലേക്ക് ഏർപ്പെടണമെന്നുള്ള ഒരു നിലപാടിലേക്കും തീരുമാനത്തിലേക്കും തങ്ങൾ എത്തിയത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുമാത്രവുമല്ല, സതീഷിനെതിരെ കടന്നാക്രമിക്കുവാനും അദ്ദേഹം മറന്നിട്ടില്ല. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, നമ്പൂതിരി മുതൽ നസ്രാണി വരെ എന്നുള്ള രീതിയിൽ ഒരു ഐക്യം ശക്തിപ്പെടേണ്ടത് കേരള സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. അത്തരമൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്, അത് അനിവാര്യമാണെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുമാത്രവുമല്ല, SNDP പണ്ട് ഉയർത്തിപ്പിടിച്ച ഒരു മുദ്രാവാക്യമാണ് നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ളത്. അത് പക്ഷേ വീണ്ടും വിപുലീകരിക്കേണ്ട ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ഐക്യത്തിന്റെ പാതയിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SNDPയും അതോടൊപ്പം തന്നെ NSSും ചേർന്ന് പോകണമെന്നുള്ള ഒരു നിലപാടിലേക്ക് താൻ എത്തിയത്. ഈ മാസം 21-ാം തീയതി SNDPയുടെ നേതൃയോഗം നടക്കുന്നുണ്ട്. ആ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും, നേതാക്കന്മാരുമായിട്ട് സംസാരിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക എന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചിരിക്കുന്നത്. അതുമാത്രവുമല്ല, നിലവിൽ സുകുമാരൻ നായരെ കൂടിക്കാഴ്ച ചെയ്ത് അല്ലെങ്കിൽ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള സുകുമാരൻ നായരെ കാണുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല, ഫോണിലോ മറ്റോ ബന്ധപ്പെട്ടതുമില്ല. പക്ഷേ സുകുമാരൻ നായർ തന്നെ അനുകൂലിച്ച സംഭവത്തെ അദ്ദേഹം അത് കൂടുതലായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് സതീശന്റെ ആ ഒരു തന്നെ ബലിയാടാക്കുന്ന അല്ലെങ്കിൽ തന്നെ വർഗീയവാദിയാക്കുന്ന സതീശന്റെ ശ്രമത്തെ സുകുമാരൻ നായർ ചെറുത്ത് നിൽക്കണം അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കുന്ന തരത്തിലുള്ള പരാമർശം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇത്രയധികം വലിയൊരു സാമുദായിക നേതാവിനെ കുറ്റം പറയുവാനോ അല്ലെങ്കിൽ ഇത്തരം വില കുറഞ്ഞ രീതിയിൽ വിമർശിക്കുവാനോ പാടുള്ളതല്ല എന്നുള്ളതായിരുന്നു NSS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായരുടെ നിലപാട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. അതിനെ കുറച്ചുകൂടി അതിനെ സ്വീകരിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. അതുമാത്രമല്ല, എന്തുകൊണ്ടാണ് നമ്പൂതിരി മുതൽ നസ്രാണി വരെയുള്ള വിഭാഗങ്ങൾ ഒന്നിച്ചു പോകേണ്ടതെന്നുള്ള കാര്യത്തിലും അദ്ദേഹം വ്യക്തത വരുത്തിയിരിക്കുകയാണ്. സതീഷിനെതിരെയാണ് താൻ കൂടുതലായിട്ട് നിലകൊള്ളുന്നതെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ളത്. UDFന്
ഒരു കാലഘട്ടത്തിലും താൻ എതിരല്ല. പക്ഷേ സതീശന്റെ നിലപാടുകളോട് വിയോജിപ്പുണ്ട്. സതീശൻ അപ്രസക്തനാണ്. മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ആകാനായിട്ടുള്ള ഒരു യോഗ്യത സതീശൻ അഭിനയിക്കുകയാണ്. KC വേണുഗോപാലിനാണെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും വീണ്ടും മുഖ്യമന്ത്രിയാകാനായിട്ട് AK ആന്റണിക്കാണെങ്കിലും യോഗ്യതയുണ്ട്. പക്ഷേ സതീശന് ഇക്കാര്യത്തിൽ യോഗ്യത അത്തരത്തിൽ രേഷ്മ അതിനിശ്ചിതമായ ഭാഷയിൽ തന്നെയാണ് VD സതീശനെ പ്രതിപക്ഷ നേതാവിനെ വെള്ളാപ്പള്ളി വിമർശിച്ചിരിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകളുണ്ട്. സതീശൻ ഇന്നലെ പൂത്ത തകര, സതീശൻ അപ്രസക്തൻ, UDF കോൺഗ്രസിന് താൻ ഒരു കാലത്തും എതിരല്ല. രേഷ്മ പറഞ്ഞതുപോലെ തന്നെ KC വേണുഗോപാലിന്റെ പേര്, രമേശ് ചെന്നിത്തലയുടെ പേര്, AK ആന്റണിയുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കിയുണ്ട്. അതേസമയം തന്നെ സതീശനെ അതിരൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു, അല്ലേ? അതെ, ഈഴവരെ തകർക്കാനായിട്ടാണ് സതീശന്റെ ശ്രമം. ഈഴവ വിരോധിയാണ് സതീശൻ എന്നുള്ള കാര്യം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ പൂത്ത തകര എന്നുള്ള ഒരു പരാമർശമാണ് സതീശനെതിരായിട്ടുള്ള വിമർശനമായിട്ട് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. സതീശൻ അപ്രസക്തനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. സതീശൻ ഈഴവരെ തകർക്കുവാനായിട്ടുള്ള ലക്ഷ്യം മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വർഗീയവാദികളെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് തനിക്ക് മേൽ വർഗീയവാദി എന്നുള്ള ഒരു ചാപ്പ കുത്താനായിട്ടുള്ള ശ്രമമാണ് VD സതീശൻ ചെയ്യുന്നതെന്നുള്ള കുറ്റപ്പെടുത്തലും വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും SNDPയും NSSും കൂടിച്ചേരുന്നതിൽ അല്ലെങ്കിൽ യോജിക്കുന്നതിൽ, ഐക്യപ്പെടുന്നതിൽ ആർക്കാണ് വിഷമം എന്നുള്ളൊരു ചോദ്യം കൂടി SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. SNDPയും NSSും ചേർന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ സുനാമി വരുമോ എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും ഈഴവരെ തകർക്കാനായിട്ട് ഉള്ള ശ്രമം സതീശൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിലും സതീശന്റെ ഉപ്പാപ്പ വിചാരിച്ചാലും അത് നടക്കില്ല എന്നുള്ളതായിരുന്നു. ഈ സതീശൻ ലീഗിന്റെ വക്താവായിട്ടാണ് VD സതീശൻ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ആ തരത്തിലാണ് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്, അല്ലേ? അതെ, ലീഗിന്റെ വക്താവായിട്ടും ലീഗിനെ സുഖിപ്പിക്കുന്ന ഒരു നയം തന്നെയാണ് VD സതീശൻ ഇതുവരെ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തന്നെ വർഗീയവാദിയാക്കി ഒറ്റ തിരിഞ്ഞുള്ള ആക്രമണത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, സതീശൻ തന്നെ തേജോവധം ചെയ്യുന്നു എന്നുള്ള വാക്ക് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പരാമർശിച്ചിട്ടുള്ളത്. എന്തായാലും VD സതീശൻ മുഖ്യമന്ത്രിയാകാനായിട്ടുള്ള യോഗ്യത അഭിനയിക്കുകയാണ്. UDFൽ മറ്റുള്ളവർക്കെതിരെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് തനിക്ക് എതിർപ്പില്ല. KCയോടാണെങ്കിലും രമേശ് ചെന്നിത്തലയോടാണെങ്കിലും AK ആന്റണിയോടാണെങ്കിലും UDFലെ മുതിർന്ന നേതാക്കളോട് ആരോടും എതിർപ്പില്ല. പക്ഷേ ലീഗിനെ സുഖിപ്പിച്ചുകൊണ്ട് തന്നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന സതീശന്റെ നീക്കങ്ങളോടും നടപടികളോടും തനിക്ക് വിയോജിപ്പുണ്ട്. അത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അനർഹമായിട്ടുള്ള പലതും മുസ്ലിം ലീഗ് ന്യൂനപക്ഷങ്ങൾ നേടിയെടുത്തുവെന്ന് പണ്ട് AK ആന്റണി പറഞ്ഞിട്ടുണ്ട്. ആ AK ആന്റണിയെ പുറത്താക്കിയത് ആരാണെന്നുള്ള ചോദ്യവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും NSSും SNDPയും തമ്മിലുള്ള ഐക്യത്തെ പലരും ഭയപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള സമവാക്യങ്ങളിലേക്കൊന്നും തന്നെ ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല. എന്തായാലും പ്രാഥമികമായിട്ടുള്ള ഒരു നടപടി എന്നുള്ള രീതിയിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇനി തുടർ നടപടികൾ ഉണ്ടാകുക. SNDP യോഗത്തിന്റെ നേതൃയോഗം അത് 21-ാം തീയതിയുണ്ട്. അതിനുശേഷം ചില ചർച്ചകൾ ഉണ്ടാകും. ഈ ക്രൈസ്തവ വിഭാഗങ്ങളും ചില ഭയങ്ങളൊക്കെ തന്നെ അവർ നേരിടുന്നുണ്ട്. അവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുമുണ്ട്. അക്കാര്യത്തിലൊക്കെ തന്നെ അവർ നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ച് മതനേതാക്കളുമായിട്ട് ക്രൈസ്തവ സഭ നേതാക്കന്മാരുമായിട്ട് താൻ ചർച്ച ചെയ്തുവെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ളത്.